ഈ സമീപകാലത്ത് കേരളം പ്രതീക്ഷാനിർഭരമായി നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന, അനിവാര്യമാണ് ഇതിനെന്താണൊരു അറുതി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച തൂഫാൻ നർക്കോ ഹണ്ട് എന്ന് പറയുന്ന ജൂൺ 1 തീയതി മുതൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിമരുന്നിൻ്റെ ഉപയോഗം ഗണ്യമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടി പോലീസ് സംവിധാനം ആഴത്തിലും ഫലപ്രദമായും ഇറങ്ങി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്തരമൊരു പരിപാടി അനൗൺസ് ചെയ്തിരിക്കുന്നതായി കണ്ടത്. ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട് സാർ, ഒരുപാട് അഭിനന്ദനങ്ങൾ. ഒരു വലിയ പ്രതീക്ഷയാണിത്, ഒരു വലിയ ആവശ്യമാണിത്. കാരണം ഇന്ന് കേരളത്തിലെ സ്കൂളുകൾ ഒരെണ്ണം പോലും ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ലഹരിയുടെ ഒരു പരിസരത്ത് നിന്ന് മാറി നിൽക്കുന്നവയില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മദ്യപാനത്തിലൊക്കെ അതിൻ്റെ പരിമിതിയുണ്ട്. എന്നാൽ മയക്കുമരുന്നിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കെമിക്കൽ സബ്സ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കാണുന്ന പരമ്പരാഗതമായ യാതൊരു വിധമായ ലക്ഷണവും കൂടാതെ ഇത് ജനങ്ങളിലേക്ക്, കുട്ടികളിലേക്ക് വളരെ പെട്ടെന്നെത്തി ഒരുപാട് രക്ഷകർത്താക്കൾ വളരെ വേദനയോടെയും ആശങ്കയോടെയുമാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് വയോജന വകുപ്പ് രൂപീകരിച്ചു. ഈ വയോജന വകുപ്പിൻ്റെ ഏറ്റവും അനിവാര്യവും അനുബന്ധവുമായ ഒരു സംഗതിയാണ് ഈ നർക്കോ ഹണ്ട് എന്ന് പറയുന്നൊരു പരിപാടി. എന്താണെന്ന് ചോദിച്ചാൽ, ഇനി വരാൻ പോകുന്ന വയോജനങ്ങളിൽ, അല്ലെങ്കിൽ വയോജന സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും അവരുടെ മാനസിക പ്രശ്നങ്ങളോടൊക്കെ ഒപ്പം അവരുടെ മക്കളും ചെറുമക്കളുടെയും ഇടയിലുള്ള, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ്. അങ്ങനെയാണ് പലരെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. പലരെയും ഈ കൊന്നില്ലെങ്കിൽ പോലും ദിനേന ഉപദ്രവിക്കപ്പെടുന്ന എത്രയോ വൃദ്ധരായ, അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നറിയൂ. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു പ്രതീക്ഷയാണ്. ഇത് കേവലം പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ വളരെ ഫലപ്രദമായി ഇത് നടപ്പിലാക്കുകയും ആസൂത്രണം ചെയ്യുകയും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ബാക്കിയുള്ളവരുമൊക്കെ ഒന്ന് ശക്തമായി ഇടപെടുകയും ചെയ്താൽ ഇത് സ്കൂളിൻ്റെ പരിസരങ്ങളിൽ നിന്നും, സ്കൂളുകളിൽ നിന്നും, കുട്ടികളിൽ നിന്നുമൊക്കെ നമുക്കിതിനെ അകറ്റാൻ കഴിയും. വേറെ ഏതെങ്കിലുമൊക്കെ മേഖലയിലായാൽ പോലും ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഇത് വിദ്യാർത്ഥികളെ, അവരുടെ പഠനത്തെ, ഒരു പുതിയ തലമുറയെ, ഒരു ഭാവിയുടെ കാഴ്ചപ്പാടിനെ ഒക്കെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അത്തരമൊരു പരിപാടി പ്രഖ്യാപിച്ച ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഹൃദയത്തിൽ നിന്നുള്ള ആശംസകളും പിന്തുണയും അറിയിക്കുന്നതോടൊപ്പം ഇതിൽ എത്ര കണ്ട് വിജയിക്കാനായാലും 50% വിജയിച്ചാൽ പോലും ഒരു ചുവടെങ്കിലും അതിനോട്ട് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ മഹത്തായ കാര്യവും വരുന്ന തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതിയും, ഇന്ന് കണ്ണീരണിയുന്ന ഒരുപാട് രക്ഷകർത്താക്കൾക്ക് ഇതിൽ നിന്നുള്ള മോചനവുമാണെന്നതാണ് സത്യം. ഇതിൻ്റെ അഡിക്റ്റായി മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളെ പാർപ്പിക്കുന്നതിന് പ്രത്യേകമായി പോലീസ് സംവിധാനത്തിൽ എവിടെയെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി, എവിടെയെങ്കിലും മറ്റേതെങ്കിലും വകുപ്പുമായി സഹകരിച്ച്, ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ പുതിയ വയോജന വകുപ്പും ഒക്കെയായി സഹകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഭംഗിയായനെ. യഥാർത്ഥത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി മുന്നോട്ട് വെച്ച ഈ പദ്ധതി അത് കോമണായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഫലപ്രദമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിന് മറ്റെന്തിനേക്കാളും ആവശ്യമായ ഒരു പരിപാടിയാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരിക്കൽ കൂടി അങ്ങേ ഹൃദയത്തിൽ നിന്ന് സല്യൂട്ട് ചെയ്യുന്നു.